പാകിസ്ഥാനിൽ രാഷ്ട്രീയ പ്രക്ഷോഭം രൂക്ഷമാകുന്നു. ഇമ്രാൻഖാൻ ജയിലിൽ മോചിതനായാൽ പാകിസ്ഥാന്റെ ഇരുണ്ട ദിനം തുടങ്ങും. അദ്ദേഹം ഉടൻ മോചിതനാകുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നതും. ലാഹോറിൽ ആകട്ടെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തെഹരിക്ക് ഇൻസാഫ് പാർട്ടി ഒരുങ്ങുന്നതും. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് പാർട്ടി ഈ വിവരം അറിയിക്കുന്നതും. ഷഹബാസ് ഷെരീഫ് സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ PTIയുടെ പുതിയ തന്ത്രം പുറത്തെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാന്റെ മക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വന്നാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ സർക്കാരിന്റെ ആക്രോശം. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർ ഇമ്രാൻഖാനെ പേടിക്കുന്നുണ്ട് എന്നത്. അതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വന്നതും. 2 വർഷമായി അദ്ദേഹം ജയിലിൽ തന്നെ തുടരുകയാണ്. ഷഹബാസ് ഷെരീഫും അസീം മുനീറും പാകിസ്ഥാനെ അടക്കി ഭരിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ജനങ്ങളാകട്ടെ ഈ ഭരണത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഭീകരന്മാരെ പാലൂട്ടി വളർത്തുന്നതിലാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ മറ്റ് സാമ്പത്തിക കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഈ സർക്കാർ ഇടപെടുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെഹരിക്ക് ഇൻസാഫ് പാർട്ടി ലാഹോറിൽ നിന്ന് അനൌദ്യോഗികമായ പ്രതിഷേധ പരിപാടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ചയാണ് പാർട്ടി ഈ വിവരം അറിയിച്ചതും. മറുവശത്ത് ഈ പ്രതിഷേധ കൂട്ടായ്മയെക്കുറിച്ച് പോലീസ് വലിയ ജാഗ്രതയാണ് പാലിക്കുന്നതും. അതുപോലെ പാർട്ടി പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നത് തടയാൻ പോലീസ് നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത്. പാകിസ്ഥാൻ തെഹരിക്ക് ഇൻസാഫ് പാർട്ടി ഓഗസ്റ്റ് 5 മുതൽ 5 പ്രതിഷേധം ആരംഭിക്കുമെന്നും നേരത്തെ പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ അതിനു മുൻപേ തന്നെ പാർട്ടി ഇമ്രാൻഖാനെ മോചിപ്പിക്കാനുള്ള പ്രസ്ഥാനം ആരംഭിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ മറ്റു പ്രവിശ്യയിൽ മുഖ്യമന്ത്രിയും പ്രമുഖ PTI നേതാവുമായ അലി അമർ ശനിയാഴ്ച രാത്രി പാർട്ടി നേതാക്കളോടൊപ്പം തന്നെ ലാഹോറിലെത്തി പാർട്ടിയുടെ മുഖ്യ രക്ഷാധികാരി ഇമ്രാൻഖാനെ മോചിപ്പിക്കുന്നതിനുള്ള പ്രതിഷേധ പ്രസ്ഥാനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ നഗരത്തിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ കുടുംബ വസതിയോട് ചേർന്നുള്ള ലാഹോറിലെ റൈവിഡ് ഏരിയയിലെ ഒരു ഫാം ഹൗസിൽ PTI നേതാവ് അലി അമീർ മറ്റു പ്രമുഖ പാർട്ടി നേതാക്കളും തങ്ങളുടെ പ്രതിഷേധ പ്രചരണത്തിന് അന്തിമ രൂപം നൽകിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം ലാഹോറിലെ വിവിധ സ്ഥലങ്ങളിൽ തങ്ങളുടെ നേതാക്കളെ സ്വാഗതം ചെയ്യാൻ ഒത്തുകൂടിയ 20 PTI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതുപോലെ പഞ്ചാബ് പോലീസ് തങ്ങളുടെ നിരവധി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതായും വക്താവ് വ്യക്തമാക്കുന്നു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തത് തടയാൻ പഞ്ചാബ് പ്രവിശ്യയിലെ പ്രത്യേകിച്ച് ലാഹോറിലെ പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടുകൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തന്നെ പോലീസ് റെയ്ഡ് ചെയ്തു വരികയായിരുന്നു. ക്രിക്കറ്റ് താരവും അതുപോലെ രാഷ്ട്രീയക്കാരനുമായ ഇമ്രാൻഖാൻ 2023 ഓഗസ്റ്റ് മുതൽ ജയിലിലാണ് കഴിയുന്നത്. നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നതിനെ തുടർന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിനെ ജയിലിലേക്ക് അയച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.